പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഇതാ ജീവിക്കുന്നവനായ ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങളാണ്. നീ ഇപ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് വസിക്കുന്നത്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് സർവശക്തൻ്റെ തണലിലാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് എന്നാണെന്നറിയാവോ? നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല എന്ന്. മോനെ, നീ ആയിരിക്കുന്നത് ഇപ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ്. നീ ആയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ തണലിലാണ്. അതുകൊണ്ട് നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല എന്നും നീ ഒരു വിനാശത്തെയും പേടിക്കണ്ട എന്നുമാണ് ദൈവ വചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച്, ഹൃദയത്തിലൊന്ന് വിശ്വസിച്ച്, മോളെ, നീ ഇപ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ്. ഈ സംരക്ഷണം വിശ്വസിക്കുന്നവർക്കാണ് സംരക്ഷണം ലഭിക്കുക. നീ സർവശക്തന്റെ തണലിലാണ്. വിശ്വസിക്കുക. നീ ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ തണലിലാണ്. അല്ലേ? കർത്താവിൻ്റെ തണലിലാണ് നീ ആയിരിക്കുന്നത്. ആ സംരക്ഷണത്തിൻ്റെ തണലിലാണ് നീ ആയിരിക്കുന്നത്. അത് വിശ്വസിക്കുക. ഇനിയിപ്പോൾ നീ എന്താ ചെയ്യണ്ടേ? സങ്കീർത്തകൻ പറയുന്നുണ്ട് 91:9. നമ്മളെല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 91-ാം അധ്യായം സങ്കീർത്തനം. എൻ്റെ 9-ാമത്തെ വചനം പറയാണ്, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നീ കർത്താവിൻ്റെ തണലിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ഇനിയിപ്പോൾ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ കർത്താവിനെ അങ്ങോട്ട് ആശ്രയിക്കുക. കർത്താവിൽ വാസം ഉറപ്പിക്കുക. നിന്റെ വാസം നീ കർത്താവിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുക്കുക. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ വാസം ഉറപ്പിക്കുക. അപ്പൊ വചനം കൂട്ടിച്ചേർക്കുന്ന എന്നറിയാവോ? നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വാഗ്ദാനമാണ്, വചനത്തിന്റെ വാഗ്ദാനമാണ്. ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമായി പറയുന്നത്. കാരണം കർത്താവ് വചനത്തിലൂടെ തന്നതാ. കർത്താവ് പറയാണ്, ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലും, അടുത്ത് വരുപോലുമില്ല. എന്തൊരു പ്രൊട്ടക്ഷനാണ് നോക്കി കർത്താവ് തരുന്നത്. എന്തൊരു സംരക്ഷണമാണ് കർത്താവ് തരുന്നത് നോക്കി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹത്തിന്, കർത്താവിൻ്റെ ആ കരുതലിന്, കർത്താവ് നമ്മളോടുന്നോളം കാണിച്ച ആ കരുണയ്ക്കൊക്കെ നമ്മൾ നന്ദി പറയണ്ടേ. കൂടെ നടക്കുന്നൊരു കർത്താവ് ഇതായി അൾത്താരയിലുണ്ട്. കൂടെ നടക്കുന്ന ദൈവം, നമ്മുടെ കൂട്ടിരിക്കുന്ന കർത്താവ്, പരിപാലിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കാൻ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മെ, നമ്മുടെ കുടുംബത്തെ, തിരുസഭയെ, നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ എല്ലാം അമ്മയുടെ പ്രത്യേക വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട്, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.